ഗണേഷും കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലാണ് ചടങ്ങ്. സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോര് നടക്കുന്ന മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ മുഖാമുഖം വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട്. അതേസമയം പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും എന്നതാണ് പ്രഖ്യാപനം. വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിളിച്ചോതുന്ന രാഷ്ട്രീയ പ്രസക്തികൾ എന്തൊക്കെയാണ്? മന്ത്രിസഭാ പുനഃസംഘടന പൂർത്തിയാകുന്നു എന്നതിനപ്പുറത്തേക്ക്. അജിംഷാദ്, ഇന്നത്തെ സത്യപ്രതിജ്ഞയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ കണ്ടുമുട്ടുന്നു എന്നത് തന്നെയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കുശലാന്വേഷണം നടത്തുമോ എന്നതൊക്കെ തന്നെയാണ് മാധ്യമങ്ങളടക്കം അതുപോലെ തന്നെ രാഷ്ട്രീയ ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഗവർണർ മുഖ്യമന്ത്രി പോര് വീണ്ടും കനക്കുന്നു എന്നൊക്കെ തുടങ്ങിയ വലിയ രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇരുവരും ഇന്ന് ഒരേ വേദിയിൽ കണ്ടുമുട്ടുന്നു. ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ മന്ത്രിമാർക്ക് ഗവർണറുടെ വക ചായ സൽക്കാരം ഉൾപ്പെടെയുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിലൊക്കെ തന്നെ ഇരുവരും തമ്മിലുള്ള ആ ഒരു ഭാഷയൊക്കെ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും തന്നെ. മാത്രം ഈ ഒരു സത്യപ്രതിജ്ഞയിൽ അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖം വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അതുപോലെ തന്നെ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗതം വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനും ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഈ ഒരു വകുപ്പുകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടത്. കൂടാതെ ഈ ഒരു സമയത്ത് തന്നെ കെ ബി ഗണേഷ് കുമാർ തന്റെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. കേരള കോൺഗ്രസ് ബി ഇത്തരത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു ആഗ്രഹം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് സിനിമാ വകുപ്പ് കൂടി തനിക്ക് വേണമെന്നൊരു കാര്യമാണ് കേരള കോൺഗ്രസ് ബി ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. ഈ ഒരു UDF ഭരണകാലത്ത് തന്നെ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള തിയേറ്ററുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ആ ഒരു വകുപ്പിൽ മന്ത്രിയായി ഇരുന്നു കൊണ്ട് ചെയ്ത വ്യക്തി കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ആ ഒരു വകുപ്പ് കൂടി തനിക്ക് കിട്ടുവാണെങ്കിൽ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. ആ ഒരു കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം വരാനിരിക്കുന്നുണ്ട്. സജി ചെറിയാനാണ് നിലവിലെ സിനിമാ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത്. CPM-ന്റെ മന്ത്രിയാണ്. അപ്പോൾ അത്തരത്തിൽ സജി ചെറിയാനോട് കൂടി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കണം ഇത്തരത്തിലൊരു വകുപ്പ് കെ ബി ഗണേഷ് കുമാറിന് നൽകണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി നടക്കുന്നുണ്ട്. ഒരു സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടി മുന്നോട്ട് വയ്ക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുക. എന്തായാലും 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. 4 മണിക്ക് തന്നെ 2ാം പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിലേക്ക് മന്ത്രിസഭയിലേക്ക് 2 പുതിയ മന്ത്രിമാർ കൂടി എത്തുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അതിനേക്കാൾ പ്രധാനം ഞാൻ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ കണ്ടുമുട്ടുന്നു. അവർ തമ്മിലുള്ള സംസാരങ്ങൾ, കുശലാന്വേഷണങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും, അത് എത്തരത്തിലായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടി ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിന് ഉണ്ട്. അജിംഷാദ്.